ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പൻ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് CAA, എന്താണ് CAA. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ആക്ട്, ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം. അപ്പോൾ അതാണ് CAA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകിക്കൊണ്ടൊരു ത്വരിത പാസ്സാണ് ഇന്ത്യൻ ഭേദഗതി നിയമം CAA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാവുന്നതാണ്. അതിനുള്ള നിയമമാണിത്. ഇത് 1955 ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമപ്രകാരമാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് ഈ നിയമം അവർക്ക് ഈ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാവുന്നതാണ്. ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ളത്, അതായത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ നിയമം ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാവുന്നതാണ്. മുസ്ലിങ്ങൾക്കൊഴികെ മറ്റ് ന്യൂനപക്ഷ മതങ്ങൾക്ക്. അപ്പോൾ അതാണ് ഈ CAA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 2016 ഇതിനുള്ള നടപടികൾ കേന്ദ്രമന്ത്രിസഭ ആരംഭിച്ചതാണ് 2016. 2016 ജൂലൈ 19 ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അതേ വർഷം തന്നെ 2016 ഓഗസ്റ്റ് 12 ഇത് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുകയാണ്. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം 2019 ജനുവരി 7 ഇത് പാർലമെൻറ്റിന് സമർപ്പിക്കുന്നു. ജനുവരി 8 തൊട്ടടുത്ത ദിവസം ഇത് ലോക്സഭയിൽ ഇത് വീണ്ടും അവതരിപ്പിക്കുകയാണ്. ഇത് കണക്കിലെടുക്കുകയാണ്. ഈ നിയമത്തെക്കുറിച്ചുള്ള ഇത് 2019 ജനുവരി 8 ഇത് കണക്കിലെടുക്കുന്നു. എന്നാൽ 16ാം ലോക്സഭ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഇത് അസാധുവാവുകയും പിന്നീട് 17ാം ലോക്സഭ രൂപീകരിച്ചതിനെ തുടർന്ന് ഡിസംബർ 4 ഇത് വീണ്ടും പാർലമെൻറ്റിൽ സമർപ്പിക്കുകയാണ്. കേന്ദ്രമന്ത്രിസഭ ഇത് വീണ്ടും പാർലമെൻറ്റിൽ പാർലമെൻറ്റിന് സമർപ്പിക്കുന്നു ഡിസംബർ 4. ഡിസംബർ 9 അമിത്ഷാ ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയാണ് ഡിസംബർ 9. പിന്നീട് ഡിസംബർ 10 അർദ്ധരാത്രി ഇത് ഈ നിയമം ഡിസംബർ 10 അർദ്ധരാത്രിയിൽ ഇത് പാസ്സാക്കുന്നു. ഡിസംബർ 11 ഇത് വോട്ടെടുപ്പ് നടക്കുകയാണ്. 125 വോട്ട് അനുകൂലമായും 105 വോട്ട് എതിരായിട്ടും വരുന്നു. അപ്പോൾ 2019 ഡിസംബർ 11 ഇത് ഔദ്യോഗികമായിട്ട് ഇത് പാസ്സാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിസഭ. പിന്നീട് അതേ വർഷം തന്നെ 2019 ഡിസംബർ 20 പാകിസ്ഥാനിൽ നിന്നുള്ള 7 അഭയാർത്ഥികൾക്ക് ഈ ഒരു പാസ് നൽകിയാണ്. ഈ ഒരു ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം അത് 7 പേർക്ക് നൽകിക്കൊണ്ട് ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് 2020 ജനുവരി 10 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ ഇതാണ് CAAയുടെ ചരിത്രമെന്ന് പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം, മുസ്ലിങ്ങൾ ഒഴികെയുള്ള മറ്റു മതക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുവാനുള്ളൊരു നിയമമാണ് ഈ CAA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.